പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യേശു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഈ ഭൂപ്പരപ്പിൽ ഒരു അവസരം കൂടെ ഒരുക്കി തന്നതോർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. തിരുവചന ചിന്തയിലേക്ക് കടക്കുമ്പോൾ മുഖവരകളൊന്നും പറയാതെ തിരുവഴുത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മനുഷ്യ അവതാരം എടുക്കുവാനുള്ള കാരണം, അല്ലെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യ അവതാരം എടുക്കുവാനുള്ള കാരണം. ഇതിനെക്കുറിച്ച് ചില ചിന്തകൾ ഓടിച്ചു പറഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞത് മൂലം അവർക്കായി പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഇതൊക്കെ ഒത്തിരി കേട്ട ഒരു മെസ്സേജ് ആണെങ്കിലും എന്നെ ചിന്തിപ്പിച്ച ചില ആശയങ്ങൾ കൂടെ, ഇതെല്ലാം നമ്മൾ ഒത്തിരി വചനത്തിൽ കൂടെ ദൈവദാസന്മാരിൽ കൂടെ കേട്ടിട്ടുള്ള വിഷയമാണ്. യേശു ക്രിസ്തു മനുഷ്യ അവതാരം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അവർ പറയും. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചാൽ പറയും. പക്ഷേ ഇതിന്നില്ലെങ്കിൽ നാളെ ആയാലും ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും പ്രസംഗിച്ചത് തന്നെ, ഓരോ വ്യക്തികൾ പ്രസംഗിച്ചത് തന്നെ പിന്നെയും നമ്മൾ എടുത്ത് സംസാരിക്കുന്നതിൻ്റെ കാരണം, എത്ര യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര പേര് ലോകത്തിലുള്ള എല്ലാവരും പ്രസംഗിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റാണ് യേശുക്രിസ്തു ആണെങ്കിൽ, ആ യേശുക്രിസ്തു ആകുന്ന വചനമാണെങ്കിൽ ആ വചനത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഉയർത്തുവാൻ ഈ ഭൂപ്പരപ്പിൽ അടിയനും അവസരം ഒരുക്കിയല്ലോ. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, യേശുക്രിസ്തു മനുഷ്യ അവതാരമെടുക്കുവാനുള്ള ഒന്നാമത്തെ കാരണം പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. അപ്പോൾ പാപിയായ മനുഷ്യൻ എങ്ങനെ പാപിയായിട്ടാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചിലർക്കൊക്കെ ചോദിച്ചേക്കാം. ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരവും കൊടുക്കാം. അത് വഴക്കിനോ ബഹളത്തിനോ ഒന്നുമല്ല. അറിയാത്തവർ അറിയാൻ വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ ഈ ബൈബിളിനകത്തു നിന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് കഴിയും. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അതായത് അങ്ങനെ പറഞ്ഞത് ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ കലാം പോലും പറഞ്ഞു, നമ്മുടെ ദിവസം ഇന്ന്. ഇനി എൻ്റെ ഒരു ചിന്ത കൂടെ പറഞ്ഞാൽ, കഴിഞ്ഞു പോയ ഇന്നലെ ഒരു മനുഷ്യനും തിരികെ കിട്ടിയിട്ടില്ല. വരാൻ പോകുന്ന നാളെ ഒരു മഹാന്മാരും ഒട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദിവസം ഇന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്യുക. നാളെ ഉണ്ട്, ദൈവം തന്നെങ്കിലല്ലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചിന്താവിഷയം, പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഏതൻ തോട്ടത്തിൽ പോയേ പറ്റൂ. റോമർ 5:12, റോമർ 6:23, റോമർ 3:23, യെഹെസ്കേൽ 18:20. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിലേക്കാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപിയായിട്ടല്ല. ആദാമിനെ സൃഷ്ടിച്ചത്, ആദാം ഹൗവ ദമ്പതികളെ സൃഷ്ടിച്ചത്
പാപിയായ മനുഷ്യനല്ല, പാപിയായ വ്യക്തികളായിട്ട് അല്ല. അതിന് സങ്കീർത്തനം 8:5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യനെ തേജസ്സും ബഹുമാനവും കൊണ്ട് ദൈവം അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ അണിയിച്ചത് തേജസ്സിനാൽ അവരെ ഉടുപ്പിക്കപ്പെട്ടിരുന്നു, അവരിൽ പാപമില്ലായിരുന്നു. അവരോട് കൽപ്പിച്ച നിയമത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിന് വിരുദ്ധമായി അവർ പോയപ്പോൾ, ഞാൻ ഒത്തിരി തോട്ടത്തിലെ വിഷയം ഒത്തിരി പ്രസംഗിച്ച് ഈ വീഡിയോയിലും കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കാതെ. അപ്പോൾ പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്താനാണെങ്കിൽ ആ പാപിയായത് എങ്ങനെയാണെന്നൊന്ന് ഒരു ശരിയൊരു ചിന്ത. അപ്പൊ തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട മനുഷ്യൻ, ആദാം ഹവ്വ ദമ്പതികൾ, അവർ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ വിളി എന്തിനു വേണ്ടിയാണ് തേജസ് പ്രാപിപ്പാനെന്നുള്ളൊരു മെസ്സേജ് ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാൻ ആ വാക്യം പറഞ്ഞങ്ങ് പോകുന്നുള്ളൂ, ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട്. ദൈവം കൊടുത്ത വ്യവസ്ഥ തെറ്റിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു. ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, അവർ രണ്ടുപേരും മരത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ലോകമാകുന്ന മരത്തിലേക്ക്. യെശയ്യാ 2-ാം അധ്യായം കൂടെ എടുത്ത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, വചന വ്യാഖ്യാനമൊന്നുമില്ലല്ലോ, വചനം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ലോകപ്രതാപത്തെ കാണിക്കുന്നു മരം. ദൈവത്തിൻ്റെ പ്രതാപത്തിൽ നിന്ന മനുഷ്യൻ, ദൈവ തേജസ്സിൽ നിന്ന മനുഷ്യൻ മനുഷ്യ പ്രതാപത്തിലേക്ക് നീങ്ങിയെന്ന് എനിക്ക് വേണമെങ്കിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ അങ്ങനെ മനുഷ്യൻ പാപിയായി. ഉൽപ്പത്തി 3:21 വരുമ്പോൾ അവരെ തോലുകൊണ്ട് ഉടുപ്പിച്ചു എന്നൊരു പദം കണ്ടു. അവർ ഓൾറെഡി ഉടുത്തു. ഉൽപ്പത്തി 3-ാം അധ്യായം പഠിച്ചാൽ മതി. അവർ ഓൾറെഡി ഉടുത്തു, പക്ഷെ അത് വെയിൽ കൊടിച്ചാൽ ഉണങ്ങിപ്പോകുന്നതായതുകൊണ്ട് ഒരിക്കലും ഉണങ്ങാത്ത ഒരു തോലുകൊണ്ട്, ആ തോലിനകത്ത് രക്തമുണ്ട്, അവരുടെ പാപക്കറ കഴുകിക്കളഞ്ഞ് റഗക്ഷാനകദുരഘടകസി, പാപക്കറ അവരുടേത് കഴുകിക്കളഞ്ഞ് രണ്ടുപേരെയും ഒരാടിനെ അറുത്ത്, വെളിപ്പാട് 13:8, വെളിപ്പാട് 5:6, യോഹന്നാന്റെ സുവിശേഷം 1:29 ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ദൈവകുഞ്ഞാട് അറക്കപ്പെട്ടു. പാപിയായ മനുഷ്യന് വേണ്ടി ഒരു ദൈവകുഞ്ഞാട് അറക്കപ്പെട്ടു. വെളിപ്പാട് 5:6 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. വെളിപ്പാട് 13:8 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട ദൈവകുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1:29 ആത്മാവിൽ തുള്ളിയവൻ വിളിച്ചു പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആത്മാവിൽ തുള്ളിയവൻ പറയുന്നു, മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് ഒരു ദൈവകുഞ്ഞാടതാ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു. അപ്പോൾ പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശു ക്രിസ്തു ഒന്നാമതായി മനുഷ്യ അവതാരമെടുത്തു. മത്തായി 11:27, യോഹന്നാന്റെ സുവിശേഷം 1:18, യോഹന്നാന്റെ സുവിശേഷം 14:9, റോമർ 5:8 ഇതൊക്കെ വായിക്കുമ്പോൾ, യോഹന്നാൻ 1:1, എബ്രായർ 7:26 സ്വർഗത്തേക്കാൾ ഉന്നതനായവനെന്ന് പറയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യം തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ
3:14 മുതൽ തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 3:14 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് എന്തെന്നാൽ അവൻ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാതി രാജാവും കർത്താതി കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായവൻ, ഈ മഹാദൈവം. തീത്തോസ് 2:12 മഹാദൈവം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:20. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:20 സത്യദൈവം. റോമർ 9:5 അത്യുന്നതനായ ദൈവം. 91 സങ്കീർത്തനം 1 വാക്യം അത്യുന്നതനായ ദൈവം. യെശയ്യാ 33:5 പറയുന്നു അവൻ ഉന്നതനല്ലോ, അവൻ ഉയരത്തിലല്ലോ വസിക്കുന്നത്, ഉയരത്തിൽ വസിക്കുന്നവൻ നാസ്രയനായ യേശു ക്രിസ്തു. അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം ആര്? യേശു ക്രിസ്തു തന്നെയാ. മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം ആര്? യേശു ക്രിസ്തു തന്നെ. ഹാഗാറിന് വെളിപ്പെട്ട ദൈവം ആര്? യേശു ക്രിസ്തു തന്നെയാ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. മോശ കണ്ട ദൈവവും മോശ ദർശിച്ചതെല്ലാം യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അവിടെ സംശയം വരും, അപ്പോൾ യഹോവയാര്? അതൊക്കെ പിന്നെ പറയാം. എൻ്റെ ചിന്താവിഷയം അതല്ല. ഇതെല്ലാം യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തു തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് യേശുക്രിസ്തു, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. തൃത്വം ഉണ്ടോ, അങ്ങനെ ഒരു വാക്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വാക്യമാണ്. തൃത്വം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നാം നമ്മുടെ സ്വരൂപത്തിൽ, അവിടെ തൃത്വം വന്നില്ലേ? 31:26. യെശയ്യാപ്രവചനം 6:1-8 വരെ 6 നമുക്ക് വേണ്ടി പോകും. 18 വരുമ്പോൾ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ കിടക്കുന്ന 3 ദൂതന്മാർ വന്നപ്പോൾ അബ്രാം വിളിച്ചു, യജമാനന്മാരെ എന്ന് വിളിച്ചില്ല, യജമാനനെ എന്ന് വിളിച്ചു. മത്തായി 3:16-17 വരുമ്പോൾ യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ 3 പേരും കൂടെ ഒരുമിച്ച് കൂടിയില്ലേ പ്രത്യക്ഷത്തിൽ? മത്തായി 17 കൂടിയില്ലേ ഒരുമിച്ച്? ദൈവത്തോടെ വെളിപ്പെട്ടില്ലേ? പോട്ടെ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഒരുപാട് വാക്യങ്ങളുണ്ട്. ചുമ്മാ മുട്ടുന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഇതൊന്നും നടക്കത്തില്ല. കാരണം കൊരിന്ത്യർക്ക് 1 ലേഖനം 1:18, 1:23 വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. 1, യേശുക്രിസ്തു മനുഷ്യ അവതാരം എടുക്കുവാനുള്ള കാരണം പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആദാം ഹൗവ ദമ്പതികൾ തെറ്റി അവരെ യേശുവിൻ്റെ രക്തം കൊണ്ട് അവൻ ഒരു കുഞ്ഞാട് നിഴലായിട്ട് നിന്നു. അതിൻ്റെ തോലറുത്ത് അവരെ ഉടുപ്പിച്ച് അവരെ തോട്ടത്തിന് വെളിയിലാക്കി. അവൻ കെരൂബുകളെ 2 ഗേറ്റിൽ കാവൽ നിർത്തി മിന്നുന്ന വാളുമായിട്ട് അവർ കറങ്ങിത്തിരിഞ്ഞു. അവരെ എന്ത് ചെയ്തു? പുറത്താക്കി, തോട്ടത്തിന് വെളിയിലാക്കി. ഒരു തെറ്റ് ചെയ്തവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഞാനൊരു 8 പോയിന്റ് ഓടിച്ച് പറയാം, എല്ലാം വിശദീകരിക്കാൻ സമയം പോരാ. എബ്രായർ 11:32 ഇബ്താഖ്, ബാരാഖ്, ശിംശോൻ, ദാവീദ് എന്നിവരെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ പറയുക. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, ഇവരെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് സമയം പോരാ. അതുകൊണ്ട് സമയം പോരാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാം അറിയാം. തികഞ്ഞവരായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞങ്ങ് പോകാം. ആവശ്യമുള്ളവരിത് എടുക്കുക. 1-2 ചിന്തകൾ മാത്രം നിന്ന് പറഞ്ഞിട്ട് ബാക്കി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. പ്രസംഗിക്കുന്നവന് പ്രാർത്ഥനയില്ല, പ്രാർത്ഥനയുള്ളവന് പ്രസംഗമില്ല. ഇത് 2 ഉള്ളവന് ആരാധനയില്ല. നമുക്കിത് 3 വേണം. പ്രസംഗിക്കുന്നവൻ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ പ്രസംഗിക്കത്തില്ല. ഇത് 2 ഉള്ളവന് അന്യഭാഷ അടയാളത്തോടു കൂടി ആരാധിക്കത്തില്ല. അതിനൊക്കെ ഇരിക്കണ്ടേ, ഒന്ന് പ്രാപിക്കണ്ടേ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മനിറവ് പ്രാപിക്കാൻ.
ഇന്ന് തമ്മിലടി അടക്കുക, മീഡിയയിൽ കംപ്ലീറ്റ് തമ്മിലടി അടക്കുക, ദൈവദാസന്മാർ തന്നെ തമ്മിലടിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരാളോടും വഴക്ക് പറയാനോ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നതല്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ. അപ്പം കട്ടുപദേശം പറയുന്നവനെ ശാസിക്കേണ്ടേ പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിലല്ല ശാസിക്കേണ്ടത്. പബ്ലിക്കിൽ ശാസിച്ചായിട്ടൊക്കെ ബൈബിളിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ 2-ാം അധ്യായത്തിൽ പത്രോസിനെ പരസ്യമായിട്ട് ശാസിച്ചു. അതവരുടെ ആത്മീയ കാര്യങ്ങളിൽ അവർ ശാസിച്ചു. അവർ നേരിട്ട മീഡിയയിൽ കൂടെ അല്ല. അപ്പോൾ അന്ന് നിങ്ങൾക്ക് പറയാം മീഡിയ ഇല്ലായിരുന്നു. മീഡിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാരണം സുവിശേഷം അറിയിക്കുന്നവർക്ക് ഇത് പ്രശ്നമാണ്. കൺവെൻഷൻ സ്റ്റേജിക്കാർ ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെയല്ല ജാതികളുടെ ഇടയിൽ ഇറങ്ങി സുവിശേഷം അറിയിക്കുന്ന ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങളിനി എൻ്റെ നേരെ വാടക കോരിയാലും വേണ്ടിയല്ല, തർത്താനും റബ്ഷാരീസും റബ്ഷാക്കയും കൂടെ വാടക കോരിയതുപോലെ വാടക കോരിയാലും എനിക്കൊന്നുമില്ല. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിലെ കാര്യമാണ്. ഒന്നുമില്ല, വാടക കോരാനൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങളൊരു സംഘടനയുടെ അടിമത്തത്തിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെയല്ല, ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിച്ചത്, ദൈവം തന്ന ശുശ്രൂഷ ചെയ്യുന്നു, അല്ല സംഘടനക്കാർ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പലയിടങ്ങളിൽ പോകുന്നു, ആരും പോകാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്നു, ശുശ്രൂഷിക്കുന്നു. ആരും പോകാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെയും ദുർവ്യാഖ്യാനം വരും. ഞങ്ങൾ പോകാത്ത സ്ഥലത്തൊക്കെ അവൻ പോകുന്നെന്ന്. അതല്ല, ദുർവ്യാഖ്യാനമല്ല. നമുക്കങ്ങനെ അത്രത്തോളം ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സുവിശേഷം സത്യമായിട്ട് വിളിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. മൗഢ്യ തർക്കം നിർത്തിക്കളയാൻ തിമോത്തിയോസിന്റെ ലേഖനമൊന്നും ഇവരാരും പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മൗഢ്യ തർക്കമൊക്കെ നിർത്തിക്കളയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, തെറ്റ് കാണിച്ചാൽ അവരോട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആൾക്കാരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുക, യവന്മാർ തമ്മിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക, യവന്മാർക്ക് ഇറങ്ങിപ്പോയി സുവിശേഷം അറിയിച്ചുകൂടെ നിങ്ങളുടെ ആൾക്കാർക്ക്? എന്നിട്ട് മറ്റുള്ള കത്തോലിക്കരെ, യാക്കോബക്കാരെ, CSIക്കാരെ, അവരെയൊക്കെ മർത്തോമക്കാരെയൊക്കെ നമ്മൾ കുറ്റം പറയും. ഞാൻ അതന്നെ പറഞ്ഞിട്ടുള്ളൂ അവരെക്കുറിച്ച് ഇന്ന പോലെ. അല്ലാതെ എനിക്ക് അവരോട് ആരോടും മുടക്കല്ല. കാരണം വല്ലവിധനെയും ഒരുവനെ നേടണമല്ലോ, ക്രിസ്തുവിങ്കിലേക്ക് നേടണമല്ലോ. ആ സമയം കൊണ്ട്, ഇതിനകത്ത് കിടന്നടിക്കുന്ന സമയം കൊണ്ട് ന്യൂ ജനറേഷനെ പൊളിച്ചെടുക്കാൻ നിൽക്കാതെ വെളിപ്പാട് പുസ്തകം 22-ന്റെ 10, 11, 12, 13 വാക്യങ്ങളൊന്നും നിങ്ങൾ വായിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞത് കൊണ്ട് അവർ ക്ലിയർ ആവൂ. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൻ്റെ ഇളയ മകൻ വീട് വിട്ടു പോയി. അപ്പൻ കൊടുക്കേണ്ടത് മുഴുവനും വാങ്ങിച്ചോണ്ട് പോയി. അവൻ മടങ്ങി വന്നപ്പോൾ അപ്പം സ്വീകരിച്ചില്ലേ? അനുതാപത്തോടെ മടങ്ങി വന്നപ്പോൾ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞപ്പോൾ അപ്പം സ്വീകരിച്ചില്ലേ? അതിനെക്കുറിച്ച് അപ്പൻ 10 പേരെ നാട്ടിൽ വിട്ട് പറയിപ്പിച്ചുകൊണ്ട് നടന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. എൻ്റെ വിഷയം അതൊന്നുമല്ല. ഭാവിയായ മനുഷ്യന് തേടിയ കർത്താവായ യേശു ക്രിസ്തു വന്ന് നമ്മൾ വിവിസ് കൂട്ടാനൊന്നും അല്ല ഈ പറയുന്നത്. 1400 പേര് തന്നെ ഇതിനകത്തുണ്ട്. പക്ഷേ 950 പേരോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു, അതും പറഞ്ഞിട്ടില്ല. ആവശ്യമുള്ളവർ ചെയ്യും, അവർക്ക് കിട്ടും. ഞാൻ യൂട്യൂബിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ടോ, വേണമെന്നുള്ളവർ ചെയ്യട്ടെ, ഇല്ലാത്തവർ വേണ്ട. എനിക്ക് ഇരുന്ന് കുത്തിക്കുറിച്ച് വചനം എന്ത് ചെയ്യണം, അത് പറയണം. അപ്പം എനിക്ക് പിന്നെയും വചനം ദൈവം തരും. അതുകൊണ്ടാണ് പഠിച്ചു വെച്ച വചനങ്ങൾ
ധ്യാനിച്ച വചനങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എനിക്ക് വചനം ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ദൈവ അവസരങ്ങൾ ഒരുക്കുമ്പോൾ ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാത്ത സമയം പുറത്തേക്ക് ഇറങ്ങി കട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മീഡിയയ്ക്കകത്തിരിക്കുകയല്ല. അവസരം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തണം, അത്രേ ഉള്ളൂ. അതിന് ചില പോയിന്റുകൾ ദൈവവചന അടിസ്ഥാനത്തിൽ, ദൈവവചനത്തില്ലാത്ത ഒരു കാര്യവും പറയാറില്ല. ഇത് തലപ്പത്തിരിക്കുന്ന ഉസമാർക്കും അഹിയോമാർക്കും ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ 30,000 ബിരുദന്മാർക്കൊന്നും ഇത് വിഷയമല്ല. പക്ഷെ സുവിശേഷം അറിയിക്കുന്നവർക്കും ഇത് വിഷയമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഞങ്ങൾ സാഹസിക്കേണ്ട സാഹസിക്ക്, അവനെ 1-2 പേരെ വിളിച്ച് സാഹസിക്ക്. ഒരുത്തൻ വീട് വിട്ടിറങ്ങി പോയെന്നും പറഞ്ഞ് IPCയിലെ 98% ആൾക്കാരും കുഴപ്പക്കാരാന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരല്ല. അതെങ്ങനെ കുഴപ്പക്കാരനാവാം? അവനാണ് കുഴപ്പക്കാരന്. അവന് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം പറഞ്ഞു കാണും. 98% ആൾക്കാർ IPCക്കാർ എങ്ങനെ പേര്, അപ്പോൾ അവൻ IPCക്കാരനായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ അതിൻ്റെ അർത്ഥം. ഇത്രയും നാൾ IPC കൊള്ളായിരുന്നല്ലോ, അതല്ല പറയുന്നത്. IPCക്കാരെല്ലാവരും നല്ലവരാണെന്ന് ഞങ്ങളും പറയുന്നില്ല. 80% നല്ല ആൾക്കാർ ദൈവദാസന്മാരില്ലേ? ഞാനും IPCയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ആളാ, AGയിൽ ശുശ്രൂഷിക്കുന്ന ആളാ, ചർച്ച കോഡിൽ ശുശ്രൂഷിക്കുന്ന ആളാ, ഷാരോണിൽ ശുശ്രൂഷിക്കുന്ന ആളാ, ഇൻഡിപെൻഡന്റ് സഭകളിൽ ശുശ്രൂഷിക്കുന്ന ആളാ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും മോശക്കാരെന്ന് പറയാൻ അയാൾക്ക് അധികാരമില്ല. മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നത് മുഴുവനും മഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ആ വ്യക്തി വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. അവിടെ അതിനെ കുത്തിപ്പൊക്കാനും ഇളക്കാനും നടക്കണ്ട. ആ സമയം നമുക്ക് ഒരാളോട് സുവിശേഷം അറിയിക്കാൻ പറ്റുമോ? അപ്പോൾ അകത്തുള്ളവരോട് ശാസിക്കാൻ ഇതിനകത്തുനിന്ന് കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കുന്നൊക്കെ ദൈവവചനത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 20:22 മുതൽ 20:28, 29, 30 യേശു കർത്താവിൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയ്ക്കകത്തു നിന്ന്, ബാക്കി നിങ്ങൾ വായിച്ചോണം, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്തു നിന്ന് എഴുന്നേക്കും. പിന്നെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 19 കൂട്ടം ആൾക്കാർ അവിടെ വ്യക്തി ജീവിതങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ കാണുക. ഇതിനകത്ത് നുഴഞ്ഞു കയറും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്വപ്നകളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ഒക്കെ ഇതിനകത്തൊന്ന് എഴുന്നേക്കും. വീടുകളിൽ നൂണ് കിടന്ന് തുഴഞ്ഞു കയറി സ്ത്രീകളെ തെറ്റിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേക്കും. ഇതൊക്കെ എഴുന്നേക്കും. വെളിപ്പാട് പുസ്തകം ലാസ്റ്റിൽ കൊണ്ടുവന്ന് എഴുതിയ എന്തിനാ? ഈ 66 പുസ്തകം എഴുതിയിട്ട് 22-10, 11, 12 അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഓരോരുത്തൻ അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം കൊടുക്കുമെന്ന്. ദൈവം കൊടുക്കാമെന്നിരിക്കത്തില്ല. റോമർ 8:1 പറയും, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവന് ഈ ജഡത്തിൽ ശിക്ഷാവിധിയുണ്ട്. ചുമ്മാ എടുത്ത് ദുർവ്യാഖ്യാനം നടത്തുന്നതാ. ജഡത്തിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. തീയതിന് ഇവിടെ ജഡത്തിൽ ശിക്ഷയുണ്ട്, നല്ലതിന് അവിടെ ന്യായവിധിയുണ്ട്. എൻ്റെ ഭാഷയോ? ശരി, ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒന്നാമതായി യേശുക്രിസ്തു മനുഷ്യ അവതാരം എടുക്കുവാനുള്ള കാരണം പാപിയായ മനുഷ്യന് ദൈവിക മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുവാൻ. ഇതൊക്കെ പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവചന പ്രകാരം 33:15 മുതൽ ഇങ്ങോട്ട് വരണം. ഞാൻ ആ ഭാഗത്തേക്ക് വിടുന്നില്ല. അതാ പറഞ്ഞേ, യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് എത്ര പ്രസംഗിച്ചാലും മതി വരുന്നില്ല.
പണ്ടൊരിടത്ത് കർത്തൃമേശയായിട്ട് ചെന്നു, സ്ഥലമൊന്നും പറയുന്നില്ല. അപ്പമായിട്ട് അങ്ങോട്ട് ചെന്നു, ഒരു സൈഡ് നുറുക്കി ഒരു സഭയിലെ കർത്തൃദാസന് കൊടുത്തു, ഒരു പാത്രത്തിൽ ഞാനും കൊണ്ടില്ല. അപ്പം ഞാൻ സഹോദരിമാരുടെ ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഒരമ്മച്ചി ഒരൊറ്റ പിടിയാകേറി അത് പിടിച്ച് ആ അപ്പം മുഴുവനും അങ്ങ് കൈക്കലാക്കി വാരി അങ്ങ് തിന്നു. എന്നിട്ട് പറയുക, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? അപ്പോഴാ പറയുന്നത്, എനിക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എടുത്തു പോയതാ പാസ്റ്റേ. സ്നേഹം കൊണ്ടല്ല, അവർ പട്ടിണി കിടന്നിട്ട് എടുത്ത് തിന്ന. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹമുണ്ട്, അതുപോലെയല്ല ഈ സ്നേഹം. അത് അപ്പത്തോടുള്ള സ്നേഹം. അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി ഭക്ഷിപ്പാൻ അവർക്കറിയില്ല. ഓക്കെ, ഞാൻ ആ കർത്തൃമേശയെക്കുറിച്ച് ഇതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മർത്യപാപയാഗമായി തീരുവാൻ യേശുക്രിസ്തു മനുഷ്യ അവതാരമെടുത്തു. വാക്യം വായിക്കാം. എബ്രായർ 13:10-11, എബ്രായർ 10:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എബ്രായർ 10-1 മുതൽ 10 വരെയും എബ്രായർ 13, 10, 11. മർത്യപാപയാഗമായി തീരുക. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി മുതൽ പഞ്ചഗ്രന്ഥങ്ങളിൽ യാഗങ്ങളിൽ ഒക്കെ പോണം, യാഗങ്ങളിലൊക്കെ പോണം. ഓരോരുത്തൻ അവനവൻ്റെ ലേവ്യ പുസ്തകം നമ്മൾ 4-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ഒരു ചിന്ത മാത്രം തന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് പോവുക. പുരോഹിതൻ പാപം ചെയ്താൽ, അഹരോന്യ കുടുംബം പാപം ചെയ്താൽ, പുരോഹിതന്മാർ പാപം ചെയ്താൽ, ലേവി ഗോത്രത്തിൽ അഹരോന്യ കുടുംബം പാപം ചെയ്താൽ ഒരു ഊനമില്ലാത്ത കാളക്കിടാവിനെ കൊണ്ടുവരണം. ദൈവസഭ പാപം ചെയ്താൽ 4-ാം അധ്യായം വായിച്ചുകൊണ്ടാൽ ലേവ്യ പുസ്തകം ലെവിറ്റിക് ചാപ്റ്റർ 4 ഫുള്ള് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഭ പാപം ചെയ്താൽ അതേപോലെ എന്ത് ചെയ്യണം? ഒരു ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ കൊടുക്കണം. അതേതാ കൊടുക്കേണ്ടത്? നല്ലത് കൊടുക്കണം. മുണ്ടിയതും മുടന്നതൊന്നും കൊടുത്താൽ പറ്റത്തില്ല. വിവരം അറിയും അവിടെ. കാരണം ദൈവം പറഞ്ഞു, ഗിദെയോനോട് പറഞ്ഞു, 6:25-26 ന്യായാധിപന്മാർ 6-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നിന്റെ അപ്പൻ്റെ കാളയായ 7 വയസ്സുള്ള ഇളയ കാളയെ രണ്ടാമത് നിൽക്കുന്നതിനാണ് കിടക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ നിരയിൽ നിൽക്കുന്ന, കാരണം തൊഴുത്തുകളിൽ നിരനിരയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. 7 വയസ്സുള്ള നിന്റെ അപ്പൻ്റെ കാളയായ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മോട്ടിച്ചുകൊണ്ടൊന്ന് കൊടുക്കരുതെന്ന് അതിൻ്റെ അർത്ഥം. എല്ലാവരും മോട്ടിച്ചുകൊണ്ട് വന്നിട്ടും ദശാംശമായിട്ട് കൊടുക്കും. അത് വാങ്ങാനും ആൾക്കാരുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. ഇതൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ എത്യോപ്യയിലെ ഷണ്ണം വായിച്ചു പോകുന്നതിന് പോയാലൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് നീളം കൂടുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം. സഭ പാപം ചെയ്താലും കാളയെ കൊടുക്കണം, ഊനമില്ലാത്തതിനെ കൊടുക്കണം. ഒരു പ്രമാണി പാപം ചെയ്താൽ, എൻ്റെ ഭാഷ സഭയിൽ പ്രമാണിമാരുണ്ടല്ലോ, ഈ പ്രമാണിമാർ പാപം ചെയ്താൽ ഒരാൺ കോലാടിനെ കൊടുക്കണം യാഗത്തിന്. ദേശത്തിലെ ജനങ്ങൾ സാധാരണക്കാർ പാപം ചെയ്താൽ
അവരെന്ത് ചെയ്യണം? അവർ കൊടുക്കുന്ന നിയമവും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. 4-ാം അധ്യായം വായിക്കണം. അവർ പെൺകോലാടിനെ കൊടുക്കണമെന്നാണ് എന്നാ എനിക്ക് തോന്നുന്നത്, അതോ ആൺകോലാടിനെ, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കും. ഈ 4 സെക്ഷനായിട്ടാണ്. അപ്പോൾ പുരോഹിതൻ പാപം ചെയ്താൽ, സഭ പാപം ചെയ്താൽ, പ്രമാണി പാപം ചെയ്താൽ ആൺകോലാടിനെ കൊടുക്കണം. ദേശത്തിലെ ജനങ്ങൾ പാപം ചെയ്താലും അതിന് പാപത്തിന് പരിഹാരമായി കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ ഒന്നും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാത്തത് കൊണ്ട് കാളകളുടെ രക്തമോ കോലാട്ടുകൊറ്റൻ്റെ രക്തമോ പ്രാവിൻ്റെ രക്തമോ പ്രാവിൻ കുഞ്ഞിൻ്റെ രക്തമോ ഇതിൻ്റെ ഒന്നും രക്തത്തിന് പാപത്തെ മറയ്ക്കുവാനേ കഴിഞ്ഞിട്ടുള്ളൂ. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. അപ്പോൾ പാപം മറയ്ക്കുവാനേ കഴിഞ്ഞുള്ളൂ. സദൃശവാക്യം 28:13 ഇങ്ങനെ പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ ശുഭം വരിയില്ല. പാപം മറയ്ക്കപ്പെടുന്നു, മോചിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെ നിങ്ങൾ വായിക്കുമ്പോൾ തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു മർത്യപാപയാഗമായി തീരുവാൻ ഈ താണലോകത്തേക്ക് മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മർത്യപാപയാഗമായി തീരുവാൻ കർത്താവായ യേശുക്രിസ്തു തീരുമാനിച്ചു. അതായത് എബ്രായർ 2:9 പറയുന്ന, അവൻ മരണം ആസ്വദിപ്പാൻ അവൻ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം കൂടെ വായിച്ചോണ്ടാൽ മതി. രണ്ടാമത്തെ ചിന്ത അതാണ്, മർത്യപാപയാഗമായി തീരുവാൻ യേശു. അപ്പം ഓരോ ഈ പുരോഹിതൻ പാപം ചെയ്താലും, സഭ പാപം വിശ്വാസികൾ പാപം ചെയ്താലും, സഭയിലെ പ്രമാണിമാർ പാപം ചെയ്താൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്ന, പ്രമാണിമാരാ എന്നാ എഴുതിയിരിക്കുന്നത്. പ്രമാണിമാർ ഉണ്ടല്ലോ ഓൾറെഡി. പ്രമാണിമാർ പറയുന്നത് പോലെ കാര്യം നടക്കൂ. ദൈവാലോചന ഒന്നും നടക്കില്ല അവിടെ. ദൈവത്തിൻ്റെ ആലോചനയും ഒന്നും നടക്കില്ല. പ്രമാണിമാർ പറയും, അതുപോലെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ പ്രമാണിമാരും ബിരുദന്മാരും ദാവീദുമാരോട് പറയും, അതുപോലെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ദൈവസഭകളിലില്ല. നമുക്കെന്ത് ചെയ്യാം? ഒന്ന് മടങ്ങി വരാം. നമുക്ക് പാട്ട് പാടിയാൽ മാത്രമല്ല, മുട്ടോളമല്ല അരയോളമല്ല, അങ്ങനെ പാടിയിട്ട് മാത്രം കാര്യമില്ല, പ്രാപിക്കുകയും കൂടെ വേണം. മുട്ടയിലിരിക്കുന്നതിന് മുട്ടോളം ആകുന്നതിന് മുമ്പ് എസ്കേൽ പ്രവചനം 47-ാം അധ്യായം കൂടെ പഠിച്ചോണം. എല്ലാവരും അങ്ങ് പാട്ടുകാരൻ അദ്ദേഹം എഴുതി, നല്ലൊരു പാട്ടാ, മുട്ടോളമല്ല അരയോളമല്ല എന്നും പറഞ്ഞ് തുടങ്ങി. പുള്ളി മുട്ടയിലേ കണ്ടിട്ടുള്ളൂ, പക്ഷേ നരിയാണിയോളം പുള്ളി കണ്ടിട്ടില്ല, പാട്ടെഴുതിയ പുള്ളി. ദൂതൻ ചരടുമായി വന്നു, 1000 മുഴ വളർന്നു വെള്ളം നരിയാണി രണ്ടാമതാ മുട്ട വരുന്നത്, പിന്നെ അരയോളം വരുന്ന, പിന്നെ ആ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് മുട്ടയിലായി. അപ്പം നരിയാണി വേണ്ട. ജന്മനാൽ മുടന്തൻ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, ജന്മനാൽ മുടന്തൻ, അവന് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പം ബിരിയാണി പാത്രം ദൂരെ എറിഞ്ഞിട്ട് അവൻ നരിയാണി ഉറച്ച ദൈവത്തെ ആരാധിച്ച്. ഇപ്പം നരിയാണി ഇല്ലല്ലോ, മുട്ടല്ലേ ഉള്ളൂ. എവിടെ മുട്ട്? കസേര മുട്ട് കസേരയാ. എന്തായാലും ആട്ട്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, മനുഷ്യവർഗം ദൈവസ്നേഹം ദർശിക്കുവാനാണ്. മനുഷ്യവർഗം ദൈവസ്നേഹം, ദൈവം യേശുക്രിസ്തു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു, ആ കർത്താവിനെ ദർശിക്കുവാനാണ്. മനുഷ്യവർഗം ദൈവസ്നേഹം ദർശിക്കുവാൻ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2:21. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം ചോദിച്ചാൽ തന്നില്ല, വീട് തന്നില്ല, കൂട് തന്നില്ല, കാറ് തന്നില്ല, ഇതൊന്നും തന്നില്ല, കടഭാരം മാറ്റിയില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്നേഹമില്ലേ?
ദൈവത്തിന് സ്നേഹം ഓൾറെഡി ഉണ്ടല്ലോ. ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഭർത്താവിനോട് ഇച്ചിരി രക്തം, പണ്ട് എനിക്ക് അനുഭവമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, സ്ഥലം ഊരൊന്നും ഞാൻ പറയുന്നില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറയുന്നത്. ഒരു ബ്ലഡ്, നല്ല തടിമാടനായവന് ഇച്ചിരി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡ് ഞാൻ കൊടുക്കൂല, എൻ്റെ ബ്ലഡ് ഞാൻ കൊടുക്കൂല. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ നോക്ക്, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ആ ദൈവസ്നേഹം, അഗപ്പേ, ആ ദൈവസ്നേഹം, ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോക മനുഷ്യർ ദർശിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യവർഗം ദൈവസ്നേഹത്തെ ദർശിക്കുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, 21-ാം വാക്യത്തിലും ഉണ്ട്. 4-മതായിട്ട് സാത്താൻ്റെ പ്രവൃത്തികളെ നിഗ്രഹിക്കുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. മത്തായി 4-ലേക്ക് വരുമ്പോൾ സ്നാനമേറ്റ ഉടനെ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം ദൈവസന്നിധിയിലിരുന്നു. എല്ലാം വേർപെട്ടിരുന്നു. മോശ വേർപെട്ടിരുന്നത് പോലെ യേശുക്രിസ്തുവും ഇരുന്നു. സാത്താൻ അവിടെ വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മത്തായി 4-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായമൊക്കെ പഠിച്ചാൽ മതി. കഴിഞ്ഞപ്പോൾ ഒരു വജ്രക്കല്ലുമായിട്ട് വന്നു. നമ്മളാണെങ്കിൽ പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചതിന് എനിക്ക് വിടുതൽ കിട്ടി, എനിക്ക് കുറച്ച് സ്വർണം കിട്ടി. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ സ്വർണം വേണോ വേണ്ടയോ, സ്വർണം ഇട്ടാൽ ഇട്ട് സ്നാനപ്പെടുത്താമോ സ്നാനപ്പെടുത്തണ്ടായോ എന്നൊക്കെ പാസ്റ്ററെ കുറേ നാൾ കൊണ്ട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. പാസ്റ്റർ എന്താ അനങ്ങാതെ ഇരിക്കുന്നേ? പാസ്റ്റർ കുറച്ച് വചനം ഞങ്ങൾക്ക് താ. ഇട്ടവരും ഇടാത്തവരും തമ്മിലിപ്പോൾ ഭയങ്കര സംശയത്തിൽ. ഇടാത്തവർക്ക് ഇപ്പോൾ ഇടണമെന്നും, ഇടാത്തവരല്ല, ഇടാതെ സ്നാനപ്പെട്ടവരല്ല ഇപ്പോൾ ഇട്ടുകൊണ്ട് കിടക്കാൻ തുടങ്ങി. യഥാർത്ഥ മാനസാന്തരം യഥാർത്ഥത്തെ വരട്ടെ. അത് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലൊന്നും തീരത്തില്ല. അതുകൊണ്ടാണ് ഇരുന്ന് കുറിച്ച് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാർ വേർപെട്ട ജീവിതം നയിച്ചു. അന്നത്തെ ജീവിതം ഇന്നത്തെ ജീവിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാലഘട്ടങ്ങളുടെ വ്യത്യാസം. കാലം മാറിക്കൊണ്ടിരിക്കുന്നു, വചനം മാറാതെ നിൽക്കുന്നു. കാലം മാറിയാലും വചനം മാറില്ല. അത് അതിൻ്റെ പൊസിഷനിൽ ഇന്നും. ഞാൻ ഒരിക്കൽ പറഞ്ഞു, സമുദ്രത്തിലെ വെള്ളം എത്ര ഉയർന്നാലും താമര വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ വിശുദ്ധ ദൈവവചനമാകുന്ന ക്രിസ്തു, ദൈവവചനം എന്നും ഉയർന്നു തന്നെ നിൽക്കും. ദൈവവചനത്തിന് മാറ്റമില്ല. കാരണം ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമായതുകൊണ്ട് ഒരു മാറ്റമില്ല. എന്താണ് 4-മത്തെ പോയിന്റ്? സാത്താൻ്റെ പ്രവൃത്തികളെ അവിടെ വജ്രക്കല്ലുമായിട്ട് വന്നു. എന്നോടൊരുത്തൻ ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ നടക്കുക കോഴിക്കോട്ട് വെച്ച്. ഒരുത്തൻ പറഞ്ഞതാ, കുറേ കാശതാ നിങ്ങളുടെ കയ്യിൽ, ഇതാ എനിക്ക് ദൈവാത്മാവ് പ്രേരിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു. ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും അറിയത്തില്ല. വാങ്ങിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പറയൽ. എൻ്റെ മൂത്ത കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മക്കളെ ഇത് പെട്ടെന്ന് കൊണ്ടുപോയി അവൻ്റെ കയ്യിലും കൊടുത്തേരെ എന്ന് പറഞ്ഞ്. അവൻ പോയി അങ്ങ് പോയിട്ട് രാത്രി വിളിക്കുക, പൈസയും കൊടുത്തിട്ട് പോയി വിളിക്കുക, ഞങ്ങളെയും കൂടെ നിങ്ങളുടെ സംഘടനയിൽ ചേർക്കാൻ വേണ്ടി വന്നതാ.
നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ലേ സ്നാനം എടുത്തത്, അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലൊന്ന് സ്നാനം എടുത്താൽ മതി എന്ന് അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മേലാൽ എന്നോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ സ്നാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. യേശുക്രിസ്തു കുളിച്ചവനാണ്, തളിച്ച ഒരുത്തനെ എടുക്കത്തുമില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ ആ നാമത്തിലാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. എൻ്റെ കൂടെയുള്ളവന്മാരെ കുറേയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കോഴിക്കോട്ട് വെച്ചു. അവരിപ്പോൾ യേശു രണ്ടാമത് ഞാൻ അറിയാതെ പോയി അവന്മാർ മുങ്ങിക്കളഞ്ഞു. അവരിത് കേൾക്കുന്നുണ്ട്. നാമം ഞങ്ങൾ യേശുവിനെയാ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്. ആ യേശു പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ചെയ്യണ്ടേ? അപ്പോൾ അവിടെ ചോദ്യങ്ങളുണ്ട്. പിതാവിൻ്റെ നാമം എന്ത്, പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ത്, യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ത്? നാമം ഒരുപാട് കിടപ്പുണ്ട് ചോദിച്ചാൽ പറയാൻ. ബൈബിളിൽ എത്ര നാമം കിടപ്പുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള നാമം. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വജ്രക്കല്ല് കിട്ടി. ഈ വജ്രക്കല്ല് എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ഇതപ്പമാക്കി അങ്ങ് തിന്നോളാൻ പറഞ്ഞു. ഓ, അവിടെ സാത്താൻ്റെ പ്രവൃത്തിയെ അവൻ നിഗ്രഹിച്ചു. ഞാൻ ആ ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അടുത്തതായിട്ട് തിരുവെഴുത്ത് സാത്താൻ്റെ പ്രവൃത്തിയെ നിഗ്രഹിക്കുന്ന തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇബ്രായർക്കെഴുതിയ ലേഖനം 2:14-15 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി മാറി മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പം മരണഭീതിയാണ് എല്ലാവർക്കും. മരണം എന്ന് പറഞ്ഞാൽ പേടിയാണ്. പേടി. എനിക്ക് മരിക്കാൻ പേടിയില്ല. എനിക്ക് പേടിയില്ല. മരണത്തെ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ മരിച്ചാൽ വേറൊരിടത്ത് ജനിക്കും. ഞങ്ങൾക്ക് അതാ പ്രത്യാശ. ജനനം 0 ലാസ്റ്റിൽ, ജീവിതം ലാസ്റ്റിൽ 0, മരണം ലാസ്റ്റിൽ 0, എറ്റേർണിറ്റി നിത്യത 0 ഇല്ല. ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നടക്കുന്ന കൂട്ടായ്മ ആചരിച്ച് വിരുന്നെടുത്ത് കർത്തൃമേശയെടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്ന മക്കൾക്ക് നിത്യത, അതിന് 0 ഇല്ല. അതുകൊണ്ട് നമുക്ക് പേടിയില്ല. പിന്നെ എല്ലാവർക്കും പേടിയാണ്, അത് വേറെ സത്യം. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ല. മരണത്തെ പേടിയില്ല. എന്താണെന്നറിയത്തില്ല, എനിക്ക് പേടിയില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ 17-ാം സങ്കീർത്തനം 15-ാം വാക്യം, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. വേറെ ആരുടെ മുഖം എനിക്ക് കാണണ്ട. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് യേശുവിൻ്റെ മുഖം കാണും. ഞാനോ വചനത്തിൽ കൂടെ കർത്താവിനോട് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്, ഹൃദയം കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തികളെ വെളിപ്പാട് പുസ്തകം 20-1 മുതൽ 3 വരെ 1000 ആണ്ട് വാഴ്ച കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അടുത്ത് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12:3 പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:11 പറയുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ പ്രഭുവിനെ കുറിച്ച് 2 പറയുന്നു. കൊരിന്ത്യർക്ക് 2 ലേഖനം 4:4 പറയുന്നു. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള വചനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവാവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ആരാ അവിശ്വാസി? നമ്മൾ വിചാരിക്കും ജാതികളെന്നല്ല. വിശ്വാസത്തിൽ നിന്ന് നേരെ അവിശ്വാസത്തിലേക്ക് പോകുന്നവനല്ല അവിശ്വാസിയ എന്നാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. വിശ്വാസത്തിൽ നിലനിന്നിട്ട് അവിശ്വാസിയായി പോകുന്നവൻ അന്യഭാഷയില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല,
എന്ന് പറയുന്നവൻ അവിശ്വാസിയാണ്. ഇതൊക്കെ അവിശ്വാസപ്പെട്ടതാണ്. ഓട്ടെ, ഞാനതിലേക്ക് വചനത്തിൽ നിലനിൽക്കാത്തവനുമല്ല. അടുത്തതായിട്ടുള്ള പദമാണ് ദൈവീക പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുവാൻ. ദൈവീക പൗരോഹിത്യ ശുശ്രൂഷ നിറവേറ്റുവാൻ, അത് ഞാൻ അടുത്ത വേറൊരു വിഷയത്തിലേക്ക് ഞാൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ രണ്ട് ഭാഗം ഇടുന്നു. പൗരോഹിത്യം ആർക്കാണ് ലേവി ഗോത്രത്തിനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ചിന്താ വിഷയം വേറൊരു സബ്ജക്റ്റായിട്ട്, വേറൊരു വിഷയമായിട്ട് ഞാൻ എടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തതായിട്ടാണ് നമ്മെ രാജാവും രാജകീയ പുരോഹിത വർഗവുമാക്കി തീർക്കുവാൻ യേശുക്രിസ്തു മനുഷ്യ അവതാരമെടുത്തു. പത്രോസ് എഴുതിയ 1 ലേഖനം 2:9, അന്ധകാരത്തിലായിരുന്ന നമ്മെ, ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജാവും രാജകീയ പുരോഹിത വർഗവുമാക്കുവാൻ യേശുക്രിസ്തു മനുഷ്യ അവതാരമെടുത്തു. ആ ഭാഗം ഞാൻ അവിടെ വിടട്ടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ആ ഭാഗവും ഞാൻ അവിടെ വിടുന്നു. അടുത്തതായിട്ട് ദാവീദ് ഗൃഹത്തിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കുവാൻ യേശുക്രിസ്തു മനുഷ്യ അവതാരമെടുത്തു. ശമൂവേൽ എഴുതിയ 2 പുസ്തകം 7:16, റോമർ 15:8, വെളിപ്പാട് പുസ്തകം 19:16, അപ്പോസ്തല പ്രവൃത്തി 2:30-31, ലൂക്കോസ് 1:31 മുതൽ 33 വരെയുള്ള വാക്യവും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ദാവീദ് ഗൃഹത്തിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കുവാൻ. അപ്പോൾ അവിടെ നിന്നാൽ തന്നെ അറിയാലോ, ഇതൊക്കെ ദൈവദാസന്മാർക്ക് ഈസിയായിട്ട് മെസ്സേജുകൾ തയ്യാറാക്കിയെടുക്കാം. ദാവീദ് ഗൃഹത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വ്യവസ്ഥ സ്ഥാപിക്കുവാനാ ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയുക സങ്കീർത്തനത്തിൽ, ദാവീദിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ തിമോത്തിയോസിന് 2-ാം അധ്യായം 2:8, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2:8 ഇങ്ങനെ പറയുന്നു. വാക്കിൽ പക്ഷേ വരുന്നത് ക്ഷമിക്കണം. അപ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇതാകുന്നു സുവിശേഷങ്ങളെന്നല്ല സുവിശേഷം. 4 പേർ ഒരു സുവിശേഷത്തെ 4 പേർ എഴുതി, അതാണ് കാര്യം. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ 4 സുവിശേഷങ്ങളെന്നൊന്നും പ്രസംഗിക്കേണ്ട, അങ്ങനെ തെറ്റാത്. 4 സുവിശേഷമാണെങ്കിൽ 4 കർത്താവ് വേണം. ഇവിടെ 3 കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ, തൃത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ വെറുതെ വിടുന്നില്ല. പിന്നെ ഇനി 4 കർത്താവ് എന്ന് പറയുമ്പോൾ അടുത്ത ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കി വെക്കല്ലേ. അവർ സ്വസ്ഥമായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ട്, ആൾക്കാരെ ഇളക്കാതെ, മീഡിയയിൽ കൂടെ ആൾക്കാരെ ഇളക്കാതെ, അടിക്കുന്നവരടിക്കട്ടെ, കസേര എടുത്ത് അടിക്കട്ടെ, അവർ ചെയ്യട്ടെ. അവർക്ക് അടിക്കാനാണ് കൃപ കൊടുത്തതെങ്കിൽ അവർ അടിക്കട്ടെ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ അവരും കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ കസേര എടുത്ത് അടിക്കാനാണ് അവർക്ക് കൃപ കൊടുത്തത്. ചിലതിന് ചീത്ത വിളിക്കാനാണ് കൃപ കൊടുത്തത്, വിളിക്കട്ടെ. ചിലതിന് നുണ പറഞ്ഞ് നടക്കാനാണ് കൃപ കൊടുത്തത്. ചിലത് ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ ഒരു പാരയുണ്ടായിരുന്നു, ആ പാരയെ എടുത്തോണ്ട് കിടക്കുന്നത് ഇന്നും. പാര, ഇത് കേൾക്കുന്നവരും പാര പണിയുന്നവരാ. ഉള്ളത് തുറന്ന് പറഞ്ഞാൽ ഒരുത്തനും ഇഷ്ടപ്പെടത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ അടങ്ങിയിരിക്കണമെന്നല്ല ഈ പറയുന്നത്. പറയേണ്ടത് പറയണം, അത് പരിജ്ഞാനത്തോടെ ചെയ്യുക, അതാണ് പറയുന്നത്. നമ്മളെക്കാളും പാണ്ഡിത്യവും ബൈബിൾ പരിജ്ഞാനവും ഒക്കെ ഉള്ള ദൈവദാസന്മാർ പറയുമ്പോൾ നമുക്ക് പിന്നെ എന്ത് പറയാന്? നമുക്ക് പിന്നെ തിയോളജിയും അറിയത്തില്ല, ദൈവശാസ്ത്രവും ഇതൊന്നും അറിയില്ല, ഹിസ്റ്ററിയും അറിയില്ല. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർക്കിതെല്ലാം അറിയാമല്ലോ. പണ്ട് വള്ളത്തെ കയറിയവനോട് ചോദിച്ചതുപോലെ, വള്ളത്തെ കയറി വള്ളം കിടക്കുക, 2 പേരവിടെ വലിയപ്പന്മാരായ 2 പേര് വള്ളമായിട്ട് കിടക്കുന്നു. ഒരുത്തൻ പറഞ്ഞ് നിൻ്റെ പൂർവ്വന്മാർ തൊട്ട് ഞങ്ങളുടെ വള്ളത്തേലാണ് കയറുന്നത്, എൻ്റെ വള്ളത്തേലാണ് കയറുന്നത്. അപ്പോൾ മറ്റവൻ പറഞ്ഞ്
നിങ്ങളുടെ പൂർവന്മാർ തൊട്ട് എൻ്റെ വള്ളത്തേലാണ് കയറുന്നത്. അപ്പോൾ രണ്ടുപേരെയും പിണക്കണ്ടെന്ന് വിചാരിച്ച് ഇയാളും ചെയ്തു. രണ്ടുപേരുടെ വള്ളത്തിൽ ഓരോ കാല് വെച്ച് അങ്ങ് നിന്നു. ഇവർ തുഴഞ്ഞു പോയി. നടുക്കി എന്നപ്പോൾ എന്ത് ചെയ്തു? വള്ളത്തിൻ്റെ തല തിരിഞ്ഞു. അവർ രണ്ടുപേരും ചോദിച്ചു, മോനെ നിനക്ക് ബയോളജി അറിയാം, പല പല ഇതൊക്കെ നിനക്കറിയാം, പക്ഷെ നിനക്ക് നീന്തോളജി അറിയാമോ എന്ന് ചോദിച്ചു. നീന്തോളജി അറിയില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം മോനെ, ഞങ്ങൾ രണ്ട് വഴിക്കായിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളെക്കാളും നീന്തോളജി, ബയോളജിയും ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അറിയാം, പക്ഷേ നീന്തോളജി കൂടെ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആത്മാവിൽ നീന്തണം. എസ്കേലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം, സമയം പോയി. പ്രാർത്ഥിക്കാനും 40 മുതൽ 46 വരെയുള്ള അധ്യായം വായിച്ചു കഴിഞ്ഞാൽ, എസ്കേൽ പ്രവചനം 40 മുതൽ 46 വരെയുള്ള അധ്യായം വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അളന്നു. എല്ലാം മൊത്തത്തിൽ, ഞാൻ ആത്മീയമായിട്ട് പറയുക കേട്ടോ, സകലത്തെ അളന്നു കഴിഞ്ഞിട്ട് ദൂതൻ എന്ത് ചെയ്യും? 47-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൂതൻ ചരടങ്ങ് വാങ്ങിച്ചു, കയ്യിൽ വാങ്ങിച്ചു. ദൂതൻ ചരട് വാങ്ങിച്ചിട്ട് ആദ്യം അളന്നു കഴിഞ്ഞപ്പോൾ ഈ അളക്കുന്നവൻ്റെ, ഈ മറ്റുള്ളവരെ അളക്കുന്നവനുണ്ടല്ലോ, അവൻ്റെ വെള്ളം 1000 മുഴം അളന്നു കഴിഞ്ഞാൽ അരിയാണികളേ ഉള്ളൂ. അവൻ വന്നിടത്തോട്ടും പോകാം, പുറകോട്ടും പോകാം, കത്തോലിക്കയിലോട്ടും തിരിച്ചു പോകാം, മർത്തോമയിലോട്ടും പോകാം. കാരണം അവൻ്റെ അളവ് ഇത്രയേ ഉള്ളൂ. അവനാ മറ്റുള്ളവരെ അളന്നുകൊണ്ട് കിടന്നേ. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, ഇന്നലെ വരെ നീ അളന്നല്ല, ഇന്ന് തൊട്ട് ഞാൻ നിന്നെ അങ്ങ് അളക്കാൻ പോകാന്ന്. അപ്പോൾ ദൂതൻ നമ്മുടെ കൈ അളക്കുന്നവരുടെ കയ്യിൽ നിന്ന് ചരട് വാങ്ങുന്ന ഒരു ദിവസം വരും. ഇത് മറന്നു പോരുത്. ഈ ദൂത് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തുക. അളന്നളന്ന് നാട്ടുകാരെ അളന്നളന്ന് അവസാനം നിൻ്റെ കയ്യിൽ നിന്ന് ചരട് വാങ്ങിയിട്ട് എസ്കേലിനെ അളന്ന പോലെ അളന്നിട്ട് പറയും, ഇവന് നരിയാണിയോളേ ഉള്ളായിരുന്നു, നിന്നെ അളന്നപ്പോൾ ഉള്ള കൃപ നരിയാണിയോളേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞ് അളന്ന് കഴിഞ്ഞപ്പോൾ മുട്ടോളേ ആയുള്ളൂ. അവൻ എങ്ങോട്ട് വേണമെങ്കിലും ഓടും. വെള്ളത്തിൽ നിൽക്കുന്നവൻ അവൻ എങ്ങോട്ട് വേണമെങ്കിലും ഓടും. മൂന്നാമത് വളർന്നു കഴിഞ്ഞപ്പോൾ അരയോളം വെള്ളമായി. അവിടെ അരയോളം വെള്ളത്തിൽ നിൽക്കുന്നവനും, ഞാനും അച്ഛൻ കോവിലാറ്റിലൊക്കെ നീന്തി പഠിച്ചിട്ടുള്ള, തടിയൊക്കെ പിടിച്ച് കയറ്റിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം, അരയോളം വെള്ളത്തിൽ നിൽക്കുന്നവനും പുറകോട്ട് പോകും, മുമ്പോട്ട് വേണമെങ്കിലും പോകും. അതുകൊണ്ട് പിന്നെ അളന്നു. അപ്പോൾ അത് വിചാരിച്ചു ഇയാടെ മൊത്തത്തിൽ അങ്ങ് അളക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ തലമുടി വരെ വെള്ളത്തിൽ അങ്ങ് മുക്കി അളന്നു. തലയ്ക്ക് മുകളിൽ വരെ പിടിച്ച അളവ്. അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ അളവ്. തല ക്രിസ്തുവല്ലേ? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. പുരുഷൻ്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല ഭർത്താവ്. പുരുഷൻ്റെ തല ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പം അങ്ങനെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12-ാം അധ്യായത്തിൽ കിടക്കുന്നത് 1 മുതൽ. അപ്പോൾ പറഞ്ഞത് ഞാൻ വിടട്ടെ, ഒരു വിഷയം കൂടെ പറയാം. അങ്ങ് മൊത്തത്തിൽ അളക്കാൻ ഇടവരുത്തരുത്. ദൂതൻ്റെ കയ്യിൽ ചരട് പോയാൽ നിന്നെ പിടിച്ച് അളക്കും. ഈ പ്രസംഗിക്കുന്ന ധർമ്മരാജനെ അളക്കും, നമ്മളെ എല്ലാവരെയും പിടിച്ച് അളക്കും. അളക്കുമ്പോൾ നീ മറ്റുള്ളവരെ അളന്ന് അവസാനം നിന്നെ അളക്കും ദൈവം. യെശയ്യാവ് 1 തൊട്ട് 5 വരെ പുള്ളിയെ മറ്റുള്ളവരെ അളന്നു. 6-ാം അധ്യായത്തിൽ പുള്ളി അളന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചു പറഞ്ഞു, അയ്യോ എനിക്ക് കേട്ടോ. 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗം വായിച്ചത്. ഇവിടെ എസ്കേൽ 40-ാം അധ്യായം മുതൽ 46 വരെയുള്ള അധ്യായം വായിക്കണം. അവൻ്റെ അളവ് കഴിഞ്ഞ് 47 ദൂതൻ ചരട് വാങ്ങിച്ചു. ഒരു ആത്മീയ ചിന്തയാ, മനസ്സിലാക്കുന്നവർക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് നീ മുടി കറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അതുവരെ അളക്കും. മീശ കറപ്പിച്ചുകൊണ്ട് നടക്കുന്നില്ലേ, അതുവരെ അളക്കും. തലമുടി ഈ ബാത്റൂമും കഴുകാൻ, ഇതിങ്ങനെ ബാത്റൂം കഴുകാൻ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതുപോലെ വെച്ചുകൊണ്ട് നടക്കുന്നവനെ അവനെ അളക്കും. അതുകൊണ്ട് നിന്നെ അളക്കാതിരിക്കണം. ദൈവം അളക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, മറ്റുള്ളവരെ നീ അളക്കാതിരിക്കുക. അതുകൊണ്ട് ആ മത്തായിയിൽ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് വളർന്നു കിട്ടുമെന്ന്. അതിന് മന്ന അളന്ന കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുക. അതുകൊണ്ട് അളക്കുന്നവന്മാർ വളരെ ശ്രദ്ധിച്ചോ, ഭയപ്പെട്ടോ. ദൂതൻ്റെ കയ്യിൽ ചരട് പോയാൽ നിന്നെ അളവ് തുടങ്ങും, അവസാനം നിന്നെ ഒരു പരുവത്തെ കൊണ്ടെത്തിക്കും. കർത്താവേ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ അളവ് നിർത്തി, മറ്റുള്ളവരെ ഇനി ഞാൻ അളക്കത്തില്ല, മറ്റുള്ളവരെ ഞാൻ വിധിക്കത്തില്ല. കുറവ് പറയരുതെന്നല്ല, പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമുക്ക്. ഒരു കാര്യം കൂടെ, അടുത്തതായിട്ട്
8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവസഭയുടെ ശിരസ്സായി ഭരണം നടത്തുവാൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം വായിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു മനുഷ്യ അവതാരം എടുക്കുവാനുള്ള 8 കാരണങ്ങൾ. ആ 8 കാരണങ്ങൾ പൊടിച്ചു പറയുവാൻ ദൈവം കൃപ ചെയ്തു. വായിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഓരോ വചനം കേട്ട എല്ലാവരോടും കൂടെ ഇരിക്കണം. ആണിപ്പഴുതേറ്റ കരം വയ്ക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ജനത്തിൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയന് ഇങ്ങനെ കർത്താവ് ഈ വീഡിയോ ഇടുവാൻ, അടിയന് ഇരിക്കുവാൻ താമസിക്കുവാൻ ഇടവൊരുക്കി തന്ന ഭവനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരോടെല്ലാം മനസ്സിലാണ്, കരുണ കാണിക്കണം. ഞാൻ അടിയൻ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർക്കായി, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രകൃതി ക്ഷോഭങ്ങളും വരാതെ വണ്ണം ദൈവം കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മകൾ ഉണ്ടാകട്ടെ, ഈ ദേശത്തിന് നന്മയുണ്ടാകട്ടെ, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. 4-ാം തീയതി നടക്കുന്ന കർത്താവെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെ തെരഞ്ഞെടുക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിരിക്കായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തുവാൻ ദൈവം കൃപ കൊടുക്കണം. പോലീസ് അധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ എല്ലാവരും പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. അവരെയും ദൈവകരങ്ങളിൽ നീതിന്യായം നടത്തട്ടെ, അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗിയായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും പകരണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഭവനങ്ങൾ മാറേണ്ടവരുണ്ട്. അവരെയും ദൈവം കരുതണം. അങ്ങറിയാതെ ഒന്നും ചലിക്കുന്നില്ലല്ലോ. ഒരു പൊടി പോലും അവിടെ നിന്നറിയാതെ ചലിക്കുന്നില്ല. അവിടെ നിറഞ്ഞിട്ട് തന്നെയാണ് ഒരു പൂഴി പറക്കണമെങ്കിൽ എൻ്റെ അപ്പൻ അറിയണം. കാരണം ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവം യെശയ്യാ 40:12-13 വരുമ്പോൾ ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളും. ഒരു പൂഴി ചലിക്കണമെങ്കിൽ എൻ്റെ അപ്പൻ അറിയണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രകൃതിക്ഷോഭം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് മാറ്റണം. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ജീവന നാശമോ ഒന്നും വരാതെ അവിടുന്ന് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾ നീതിയോടെ ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി അടിയനെ താഴ്ത്തുന്നു. അടിയൻ ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരവരായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടെ ഇരിക്കണം. അടിയനെ താഴ്ത്തുന്നു. ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണം. അടിയനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ അന്ത്യത്തോളം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിന്ന് വേർപെട്ട ജീവിതം നയിച്ച് ദൈവവചനം പ്രഘോഷിക്കുവാൻ ദൈവം കൃപ ചെയ്യണം. മഹത്വം അങ്ങ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടുവല്ല നന്ദി. മുഴുമഹത്വം അങ്ങേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും, വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുമഹത്തോടെ എടുക്കും. യേശു ക്രിസ്തുവിൻ നാം തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. അബണ്ടല്ലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.